കൗമാരത്തിൽ വന്ന ഈ മൂന്നായിട്ട് പിരിഞ്ഞു നിൽക്കണ 3 സ്ത്രീഭാവങ്ങളുണ്ടല്ലോ, ഷഷ്ടിയും അത് വള്ളി ദേവസേന വേല്, ഇത് 3 സ്ത്രീകളാണ് ശരിക്കും, വേലും പത്നിയാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന പരമാത്മാവിനെ മുരുകൻ എന്ന് വിളിക്കുന്നു. പ്രകൃതി റൂത്ത്ലെസ് ആണ്. കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അല്ല അതിനെ, അവൾക്ക് ഇഷ്ടമുള്ളവരെ പ്രസവിക്കും, ഇഷ്ടമുള്ളതിനെ വളർത്തും, ചിലതിനെ തിന്നും കൊല്ലും, അത് അവളുടെ ഇഷ്ടമാണ്. ആത്മാവിൻ്റെ അധികാരം എന്താണെന്ന് ഉള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് നമ്മൾ എവിടെ ജനിച്ചു എന്നോ, ആരുടെ മക്കളായി ജനിച്ചു, ഏത് സാഹചര്യത്തിൽ ജനിച്ചു, ഏത് പരമ്പരയിൽ ജനിച്ചു, ഏത് ജാതി, ആണോ പെണ്ണോ, ഇതൊന്നുമല്ല വിഷയം. അദ്ദേഹത്തിന് മുരുകൻ്റെ പ്രത്യക്ഷ ദർശനം ഉണ്ടായിട്ടുള്ള ആളാണ്. ചില്ലറക്കാരനല്ല, കോടീശ്വരനാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ ദരിദ്രനാണെങ്കിലേ ഭഗവാനെ കാണുള്ളൂ, അതൊക്കെ തോന്നുക. അല്ല, എങ്ങനെ ആദ്യം കണ്ടത്? ഒരു ടീഷർട്ടും ജീൻസും ഇട്ടിട്ട് ഇന്നൊക്കെ ചെയ്തിട്ട് നല്ല ജിമ്മെന്ന് പറഞ്ഞൊരു ചെക്കനമാരിയാണ് കാണുന്നത്. ഒരു മെഴ്സറീസ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരൊറ്റ നിൽക്കാൻ കൊടുക്കുന്നുണ്ട്, പുള്ളിയെ നോക്കിയിട്ട് കാലിങ്ങനെ പണിച്ചു. അതിൽ പുള്ളിയുടെ ബോധം പോയി. ആ കണ്ട ആ ഫോഴ്സിൽ പുള്ളി കാണുന്നത് പിന്നെ വേറൊരു രൂപ ഭഗവാന്റെ. പിന്നെ പുള്ളിക്ക് ഓർമ്മ വരുമ്പോൾ പുള്ളി വീട്ടിലാണ്. അതുകൂടി ചേർത്തുകൊണ്ടൊരു ചോദ്യം ഭാഗവതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ പാശ്ചാത്യ സംസ്കാരത്തിൽ ഇപ്പോൾ ഭാരതീയ സംസ്കാരത്തെ അഡോപ്റ്റ് ചെയ്യുന്നൊരു കാലഘട്ടങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് തൊട്ടേ ഉണ്ട്, നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരത് അങ്ങോട്ട് മാന്തി എടുക്കും. അതെ. അപ്പോ അവരിപ്പോ അത് നമ്മുടെ നിന്ന് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. ഗീത പഠിക്കുന്നു, ഗീത പഠന വിഷയമാക്കുന്നു, യോഗ, അതേപോലെ തന്നെ സംസ്കാരത്തിനെ കൂടുതലായിട്ട് അവർ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആത്മീയാചാര്യന്മാരുടെ ദീക്ഷ സ്വീകരിച്ച് സന്യാസി വൈദ്യം സ്വീകരിക്കുന്ന പലരും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സിനിമകളിലായാലും ഓപ്പൺ നേമറിൽ വരെ ഗീതയുടെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഒരു ഭാരതീയ എന്ന രീതിയിൽ അഭിമാനമുള്ളൊരു കാര്യമാണ്. അതെന്താ വെച്ചാൽ വെസ്റ്റ് ഞാൻ ധാരാളം പുറത്ത് സഞ്ചരിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. വിദേശങ്ങളിൽ ഞാൻ ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട്, വിദേശീയരുമായിട്ട് ഒരുപാട് ഇടപഴകിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു 22-23 വയസ്സ് തൊട്ടിട്ട് ഞാൻ ഈ ഫിലിപ്സിൻ്റെ വോയിസ് പ്രോജക്റ്റിലും എനിക്കൊരു IT സ്റ്റിൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ 63 ജർമ്മൻകാരോടൊപ്പമായിരുന്നു എൻ്റെ വർക്ക്. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷവും ഇപ്പോൾ ആഡ് ഫിലിംസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് വിദേശീയരുടെ കൂടെ വർക്ക് ചെയ്യുക. പിന്നെ 18 സ്റ്റെപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം US നമുക്ക് നല്ലൊരു പ്രസൻസ് ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ ഡയോസ്പോറ പുറത്തുള്ളവർ നമ്മുടെ റൂട്ട്സിനെ കാണുന്നത് പോലെയല്ല. നമ്മുടെ ഡയോസ്പോറ പുറത്തുള്ളവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളായിട്ടുള്ളവർ നമ്മളെക്കാളും നന്നായിട്ട് ഓണം ആഘോഷിക്കും, നമ്മളെക്കാളും നന്നായിട്ട് വിഷു ആഘോഷിക്കും. കാരണം അവർക്കത് അവരാ വേര് പിടിച്ച് നിർത്താൻ നോക്കും. നമ്മൾ ഉപേക്ഷയായിട്ട് കാണുന്നത് അവർ പിടിച്ചു നിർത്തും. പക്ഷേ ആ സ്ട്രക്ചറിലല്ല വിദേശീയരിത് കാണുന്നത്. അവരെവിടെ ഏത് പോയിന്റിലും നമ്മളിലേക്ക് തിരിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആത്മീയമായിട്ടൊരു ദാരിദ്ര്യം എപ്പോൾ അനുഭവിക്കുന്നുണ്ടോ അന്ന് അവരിങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് നന്നായിരിക്കും, അവർക്ക് ലൈഫ് സ്റ്റൈലിനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എല്ലാ തരത്തിലും റിസോഴ്സ്ഫുള്ളായിരിക്കും അവർ. പക്ഷെ അപ്പോഴും ഒരു ശൂന്യത, ഒരു ആന്തരിക ശൂന്യത എന്താ പറയുക, അതിനെ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ അതിനെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഒരു വിഭാഗം ആദ്യം കുറേ ഡ്രഗിലേക്ക് അതിലേക്ക് പോകും. അവിടെ ഒന്നും കിട്ടാണ്ടാവുമ്പോൾ ഒരു കറക്കുണ്ട്. അതാണ് ഈ 60കളിൽ ഈ ഹരകൃഷ്ണ പ്രസ്ഥാനമൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരാനുള്ള കാരണം. ഇവർ അതിനു മുന്നേ ഇതിനുള്ള തിരികൊളുത്തി വെച്ചത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വിവേകാനന്ദസ്വാമിയാണ്. വിവേകാനന്ദസ്വാമി ഇട്ട ഫൗണ്ടേഷനിലാണ് ഇന്ന് ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് കയറി വരുന്നത്. അതിന് മുമ്പുള്ളൊരു കാലത്ത് വന്നവരിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ആത്മാർത്ഥതയോടെ വന്നിരുന്നുള്ളൂ. അവർ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള ലൂപ്പ് ഹോൾസ് കണ്ടെത്തി നമ്മുടെ തോട്ട്സിനെ നമുക്കെതിരെ തന്നെ തിരിച്ചു വെക്കാൻ വേണ്ടി വന്നവരായിരുന്നു. മാക്സ് മുള്ളറൊക്കെ പോലുള്ളവരുടെ അജണ്ട അത് മാത്രമായിരുന്നു. സായണൻ്റെ ഗീതാഭാഷ്യം എടുത്തിട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് ഋഗ്വേദത്തിനെ വെറും ഒരു പാസ്റ്ററൽ സോങ് ആയിട്ട് ഇടയന്മാരുടെ ഗീതം പോലെ ആക്കി മാറ്റണമൊക്കെ, അങ്ങനെ അതിന് ബിലിറ്റിൽ ചെയ്ത് കളയുന്നതൊക്കെ അവരുടെ രീതിയായിരുന്നു. പക്ഷേ എന്നാൽ അതേസമയം ചില വ്യക്തികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കൽക്കട്ടയിലെ പോലീസ് സൂപ്രണ്ടായിട്ട് വന്നൊരാൾ ജോൺ വുഡ്രോഫ്, സർ ജോൺ വുഡ്രോഫ്, പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം ആരധർ അവലോണായി. സന്യാസത്തിൽ ശ്രീവിദ്യയുടെ പരമ ഗുരുക്കന്മാർ, എന്താ പറയുക, വലിയ പഠിച്ചൊരു മഹാത്മാവായി. ഈ ശക്തി ആൻഡ് ശാക്ത, പ്രപഞ്ചസാര, അതേമാതിരി എന്താ പറയുക സർപ്പൻ പവർ പോലുള്ള വൻ ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മൾ ഇന്ത്യക്കാർ വരെ വായിച്ചു പഠിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ് സർ ആർതർ അവലോൺ, അതായത് സർ ജോൺ വുഡ്രോഫ്. അപ്പോൾ ഈ ആർതർ അവലോണിനെയൊക്കെ പോലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്നപ്പോൾ സ്റ്റോളിനെയൊക്കെ പോലുള്ള ഫ്രിഡ് സ്റ്റോളിനെയൊക്കെ പോലുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾ ഇതിൻ്റെ ഇതിൻ്റെ സത്യത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തികളായിരുന്നു.
ഇപ്പോൾ സ്റ്റോളുമായിട്ട് ഞാൻ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹമായിട്ട് നേരിട്ടുള്ള ഇൻട്രാക്ഷൻ എനിക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറിങ് വേദാസ് എന്ന് പറഞ്ഞ പെൻഗിൻ എഴുതിയ ബുക്കിൽ താങ്ക്സ് ലിസ്റ്റിൽ റോബർട്ട് ഗാർഡ്നർ, അമേരിക്കൻ ഫിലിം മേക്കർ, ശരത് ഹരിദാസൻ എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയോ ഇവിടെ അച്ഛനെ പോലെയോ ഞാൻ ബഹുമാനിച്ചിരുന്നു, അത്രയും അടുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റോളാണ് 75 പാഞ്ഞാളം അതിരാത്രം നടത്തുന്നത്. ഈ അതിരാത്രം പബ്ലിക് കാണാൻ കാരണം സ്റ്റോളാണ്. അതുവരെ അതൊരു അടഞ്ഞ് എല്ലാവരും രഹസ്യമായിട്ട് നടത്തിയിരുന്ന ഒരു സിസ്റ്റമായിരുന്നു. 2006 അതിരാത്രത്തിന് അദ്ദേഹം ഫുൾ ടൈം ഇവിടെ മൂലങ്കോട് ഉണ്ടായിരുന്നു. ഞാനാണ് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നത് അന്ന്. അപ്പോൾ അന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നത്. സ്റ്റോളിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങ് എങ്ങനെയാണ് ഇതിൻ്റെ പുറകെ വന്നത്? അതായിരിക്കും നമുക്കിപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം വരുന്നത്. ഇതിൻ്റെ ഒരു അക്കാഡമിക് തലമാണ്. ഇനി ഞാൻ സാധാരണക്കാരിലേക്ക് ഞാൻ വരാം. അദ്ദേഹം ശരിക്കും ഇന്ത്യയിൽ വന്നതും അദ്ദേഹം മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം മാത്സിനെ കുറിച്ച് പഠിക്കാൻ, പ്രത്യേകിച്ച് ഈ വേദിക് സൂത്രങ്ങളെ കുറിച്ചിട്ട് ഭാരതീർത്ഥസ്വാമികൾ വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ചില സൂത്രവിദ്യകൾ ഋഗ്വേദത്തിൽ നിന്നും മറ്റും കണ്ടെത്തിയതാണല്ലോ ഈ വേദിക് മാത്തമാറ്റിക്സ്. അതായത് സ്ക്വയർ റൂട്ട് കാണുക. ഇന്നിപ്പോൾ IIT കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതാണത് വേദിക് മാത്സ്. അതിനെക്കുറിച്ചും മറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു തമിഴ് വംശജൻ, ഒരു ബാച്ചിലറായിട്ട് ഒരാൾ, അദ്ദേഹത്തിൻ്റെ കല്യാണം വന്നു. ഈ കല്യാണത്തിന് ഇവരെയൊക്കെ തമിഴ്നാട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പം ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ പോയത്. അപ്പോൾ തലേന്ന് ബാച്ചിലർ പാർട്ടിയുടെ ടൈമാണ്. ബാച്ചിലർ പാർട്ടി ബ്രാഹ്മിൻസ് പാർട്ടിയാണ്. അവർ അങ്ങനെ മദ്യപിക്കണമൊന്നുമില്ല, എന്നാലും തലേ ദിവസം എല്ലാവരും കൂടി ഒരു പാർട്ടി പോലെ. ഈ സമയത്ത് ഈ വീടിൻ്റെ ഇറയത്ത് ഇദ്ദേഹം അടുത്ത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഇവർ ഫ്രണ്ട്സൊക്കെ ഇരിക്കുക. താഴെ ഘനപാഠം ചെല്ലണം. ശഞ്ചമേ മയശ്ചമേ പ്രിയഞ്ചമേനു കാമശ്ചമേ കാമശ്ചമേ സൗമനസ. അത് കറക്റ്റ് അതിനെ ഘനമായിട്ട് അത് ആവർത്തിച്ച് വരും. ഘനത്തിനൊരു ക്രമമുണ്ട്. ഘനപാഠം എന്ന് പറയും. അത് പാടാറുണ്ട് ഘനപാഠികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതൊരു കേരളീയ സമ്പ്രദായമല്ല ശരിക്ക് വേദത്തിൻ്റെ. നമ്മളിവിടെ ജഡാരഥ എന്നൊക്കെ പറയും, അവിടെ ഘനം എന്നൊക്കെയാണ് പറയുക. അതിനെ ഒരു വേദിക് സ്കൂൾ ഓഫ് വേ ഓഫ് ചാണ്ടിങ് ആണത്. മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പണ്ട് ഇതൊന്നും എഴുതി വെക്കില്ലല്ലോ. അപ്പോൾ ഒരു പ്രത്യേക താളത്തിലും പ്രത്യേക ക്രമത്തിലും റിപ്പീറ്റ് ചെയ്തിട്ട് പറയുമ്പോഴാണ് അത് ഘനം ആയിട്ട് മാറുന്നത്. ഇത് കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര ആകർഷണം തോന്നിയത്രേ. അപ്പോൾ ഇദ്ദേഹം താഴെ വന്നിരുന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ആ ശാസ്ത്രികളുടെ അടുത്ത് പുള്ളി ചോദിച്ചു, ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റംബറായിട്ട് മനസ്സിൽ തോന്നണ മാതിരി പറയണോ അതോ ഇതിന് വല്ല സിസ്റ്റം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം മാത്രമല്ല അതിന് കണക്കുണ്ട് എന്ന് പറഞ്ഞു. കണക്കുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം വന്നു എന്നാണ് സ്റ്റോൾ പറഞ്ഞു. ആ കണക്ക് എന്താണെന്നറിയാൻ വേണ്ടി പഠിച്ചു. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്ര ഞങ്ങളെക്കാട്ടിലും പ്യുവറായിട്ടൊരു ഫോം ഉണ്ട്, അത് കേരളത്തിലാണ്. കേരളത്തിലെ നമ്പൂതിരിമാരുടെ കയ്യിലുണ്ട്. അത് പഠിക്കാൻ ഇവിടെ വന്നു. അങ്ങനെ ചെറുമുക്ക് വന്നു. അവിടെ വന്നപ്പോൾ പറമ്പിൽ നടക്കുമ്പോൾ കരിയിലകളൊക്കെ മൂടിയിട്ട് 1950s കഴിഞ്ഞ അതിരാത്രത്തിൻ്റെ വലിയ ഗരുഡചീതി കിടക്കും. അന്ന് കഴിഞ്ഞാണ് അവിടെ കാടും പടലൊക്കെ പിടിച്ച് കിടക്കും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വലിയ ഗരുഡൻ ഈ ഇഷ്ടികളും ഉണ്ടായി. ഇതെന്താ അതിനൊരു സംഭവം. അവിടുന്ന് നോക്കൂ എങ്ങനെയാ വരണം. കറങ്ങി പറയാം. അദ്ദേഹം ബിലീവർ ആയിരുന്നില്ല, അതാണ് രസം. അദ്ദേഹം ഒരിക്കലും ഈശ്വരവിശ്വാസി ആയിരുന്നില്ല. പക്ഷെ കൾച്ചറിനെ കൾച്ചറായിട്ട് പഠിക്കുക. ഇനി ഈശ്വരവിശ്വാസത്തിലേക്ക് വരുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അകത്തൊരു കാര്യത്തിന് മീനിങ്ങിന് വേണ്ടി വരുന്നവർ, അവരാണ് ഈ നമ്മുടെ സന്യാസ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്. ഇപ്പോൾ അമ്മയുടെയൊക്കെ ശിഷ്യന്മാരെ കണ്ടിട്ടില്ലേ ധാരാളം പേരിൽ, ഫോറിനേഴ്സായിട്ടുള്ളവർ, അല്ലെങ്കിൽ സായിബാബയ്ക്ക് ഉണ്ടായിരുന്നു, ഏത് പ്രസ്ഥാനങ്ങളിലും വരുന്ന അങ്ങനെ വരുന്നവർ. ഇനി വേറെ ചിലർ തമിഴ് സമ്പ്രദായങ്ങളിൽ, ഇപ്പോൾ തമിഴ് ശൈവത്തിലൊക്കെ ദീക്ഷിതന്മാരായിട്ട് ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും സഞ്ചരിച്ച് ദീക്ഷിതന്മാരായിട്ട് ഹവായിലൊക്കെ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ശിവായ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ പോലെ അദ്ദേഹം സായിപ്പായിരുന്നു, വെള്ളക്കാരനായിരുന്നു, മഹാഗുരുവായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഡേവിഡ് ഫ്രോളിയൊക്കെ പോലെ കുറച്ച് ആക്ടിവിസ്റ്റ് സ്വഭാവമുള്ള ആൾക്കാർ, അങ്ങനത്തെ സന്യാസിമാർ. ഇപ്പോൾ ക്രിയായോഗത്തിൻ്റെയൊക്കെ ടോപ്പിൽ പല ആൾക്കാരും ഇരിക്കുന്നൊക്കെ സന്യാസിമാർ ഇന്ന് വെസ്റ്റേണേഴ്സാണ്. അങ്ങനെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഈ ഫ്ലോ പോസ്റ്റ് വിവേകാനന്ദ പീരീഡിൽ വിവേകാനന്ദനാണ് ട്രിഗർ ചെയ്തത്. വിവേകാനന്ദ സ്വാമിയുടെ കാലത്തിന് ശേഷം അനവധി കൈവഴികളിൽ കൂടെ ഇത് ഇങ്ങനെ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കോർ റീസൺ ഇതാണ് ഞാൻ നേരത്തെ പറയാം. അവരവിടെ ഒരു പോവർട്ടി ഓഫ് ദ സോൾ അനുഭവിക്കുന്നുണ്ട്. എന്തോ ഒരു ഇന്നർ പീസ് ഇല്ലായ്മ. അത് കണ്ടെത്താനുള്ള വരവാണ് അവരുടെ ഈ ഈസ്റ്റിലേക്കുള്ള വരവ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ചൈനീസും ഇന്ത്യനുമായിട്ടുള്ള തോട്ട്സിലേക്കൊക്കെ അവർ ആകൃഷ്ടരായിട്ട് വരുന്നതിൻ്റെ കാരണം. ധാരാളം പേര് അങ്ങനെ വരുന്നുണ്ട്.
നമ്മുടെ സാക്ഷാൽ സ്റ്റീവ് ജോബ്സ് തന്നെ അങ്ങനെയായിരുന്നു. സ്റ്റീവ് ജോബ്സ് വാരണസിയിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് അവസാനം ഒരു നീം കരോലി ബാബ സമാധിയായ സമയത്താണ് അവിടെ ചെല്ലുന്നത്. നീം കരോലി ബാബയുടെ ഇഷ്ടപ്പെട്ട, അദ്ദേഹം ഹനുമാൻ്റെ അംശമായിരുന്നു എന്നാണല്ലോ സങ്കല്പം. അദ്ദേഹം ഈ കടിച്ചിട്ട് കൊടുക്കും പഴങ്ങൾ. അങ്ങനെ കടിച്ച ആപ്പിള്, അതാണ് ആപ്പിളിൻ്റെ ലോഗോ. കടിച്ച ആപ്പിളാണ് ഈ ആപ്പിളിൻ്റെ ലോഗോൻ്റെ ഡിസൈൻ. നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പം അങ്ങനെ വരണതാണത്. അപ്പോൾ സോ ക്യാരി ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ പല ആൾക്കാരും അതിൻ്റെ ഭാഗമായിട്ട് റിയൽ സീക്കേഴ്സ്. ഇപ്പം എൻ്റെ ഒരു ഫ്രഞ്ചുകാരനൊരു ഫ്രണ്ടുണ്ട്, 19 വയസ്സിൽ ആദ്യം ഇവിടെ വന്നു. സ്വന്തമായിട്ട് ഡാവിഞ്ചിയുടെ ഒറിജിനലുള്ള ഫാമിലി എന്നാണ് പറയുന്നത്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നെപ്പോളിയൻ്റെ കോസ്റ്റ്യൂമറായിരുന്നു. ലിവർ മ്യൂസിയത്തിൻ്റെ അടുത്താണ് അവരുടെ പാലസ് എന്ന് തന്നെ പറയാം താമസിക്കുന്നത്. തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹമാണ് തിരുവണ്ണാമലയ്ക്കുള്ള കൊട ഡിസൈൻ ചെയ്ത് കൊടുത്തത്. അതിലെ ധ്യാന ശ്ലോകം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് വേണ്ട ക്രമം എൻ്റെ സിസ്റ്ററാണ് വരച്ചോക്കെ. ഇപ്പോഴും അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് പോണ്ടിച്ചേരി പോണ വഴിക്കൊരു ഉൾനാടൻ സ്ഥലത്ത് എത്തിയ ഒരു പഴയ മുതലിയാർമാരുടെ ഒരു പ്രേതഭവനന്മാർ കിടന്ന കൊട്ടാരത്തിനെടുത്തിട്ട് റിനോവേറ്റ് ചെയ്തു. അങ്ങനെ എത്രയോ തമിഴ്നാട്ടിലെ കോവിലുകൾക്ക് കുംഭാഭിഷേകത്തിന് പൈസ കൊടുക്കുന്ന ആളാണ്. ശിവൻ്റെ വലിയ ഭക്തനാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഞാൻ ചില പ്രഭാഷണങ്ങൾ പറഞ്ഞു, ഞാനും പുള്ളിയും കൂടെ ചെന്നൈയിൽ ഒരു ഡിസ്ക് ഉണ്ട്, ലെതർ ബാർ എന്ന് പറയും, പാഷ എന്ന് പറയും, ആ പാർക്കിൻ്റെ സിനിമാക്കാർക്ക് ധാരാളം പറഞ്ഞ സ്ഥലമാണ്. ആ ഡിസ്കിൻ്റെ ഏറ്റവും മുകളിൽ പോയി ഞങ്ങൾ ധ്യാനിക്കും. കാരണം ഏത് ബഹളത്തിലിരുന്നാലും കിട്ടണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് ധ്യാനിച്ച് നോക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ പോയിരിക്കും, താഴെ ഫ്ലോറ് തകർക്കായിരിക്കും ഇവന്മാർ ഡാൻസ്. ഞങ്ങൾ ഏറ്റവും മുകളിൽ പോയിരിക്കും. ഞാൻ ചില പ്രഭാഷണത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ പണ്ട് ചെയ്തിരുന്ന അക്രമങ്ങളാട്ടോ അതൊക്കെ. ഇതൊന്നും ഇപ്പോൾ ചെയ്യൊന്നുമില്ല. ഇതൊക്കെ അന്ന് ആ 20കളിലും 30കളുടെ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ള പരിപാടി. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അമേരിക്ക എൻ്റെ വേറൊരു ഫ്രഞ്ചുകാരൻ ഫ്രണ്ടുണ്ട്. ഇപ്പോൾ അയാൾ എവിടെയെന്ന് എനിക്കറിയില്ല, ദിഡിയേഴ്സിനോ. പുള്ളി ശരിക്കും ഹീസ് എൻ ആർട്ടിസ്റ്റ്, ചിത്രം വരയ്ക്കുന്ന ആളാണ്. പക്ഷെ മൂപ്പരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മൂപ്പര് വീടുകൾ പെയിൻ്റ് അടിക്കും. വീട് പെയിൻ്റ് അടി പാരീസിൽ മൂപ്പര് സമ്മറിൽ വന്നിട്ട് കേട്ട് കാണാം, രസമാണ്. സമ്മറിൽ പെയിൻ്റ് അടിക്കും, നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോൾ. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ആ കിട്ടണ പൈസയ്ക്ക് മുഴുവൻ പുള്ളി ചാരിറ്റി ചെയ്യും. ചാരിറ്റി ചെയ്തിട്ട് ഒരു ബ്ലൂ ജീൻസും കറുത്ത ടീഷർട്ടുമാണ്, ഒരു ഷോൾഡർ ബാഗുമാണ് സ്വന്തമായിട്ടുള്ളത്. ഭയങ്കര ഫോർഹെഡൊക്കെയാണ്. പുള്ളി പെട്ടെന്ന് ഒരു സാഫ്രൺ റോബൊക്കെ ഇട്ട് വന്നാൽ വല്ല ബുദ്ധ സന്യാസിയാണെന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു ലുക്കുള്ള ഒരാളാണ്. പക്ഷെ എപ്പോഴും കറുത്ത പോളോ ടീഷർട്ടും ബ്ലൂ ജീൻസേ ഇടുള്ളൂ. അദ്ദേഹം ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും അതിർത്തിയിൽ. മഞ്ഞുകാലത്ത് അവിടെ പോയിരുന്ന് ധ്യാനിക്കും. വീണ്ടും സമ്മറായ പാരീസിൽ വരും. അദ്ദേഹം ക്രിയായോഗിയാണ്, പക്ഷെ പുറമേക്ക് പക്ക കാത്തലിക്കിനെ മേലെ നടക്കുക. പുള്ളിയുടെ ഒരു രീതി അങ്ങനെയാണ്. എൻ്റെ കൂടെ പല സ്ഥലങ്ങളും നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. മൂപ്പര് വടക്കുന്നാഥൻ്റെ പുറത്ത് വരെ വന്ന് നിന്നിട്ട്, ഞാൻ കൊണ്ടുവന്നിട്ട് വടക്കുന്നാഥൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഞാൻ അത്രയും കാലം കാണാത്ത ഒരു സംഭവം കാണിച്ചു തന്നു. പുള്ളി അവിടെ നിന്നിട്ട് ആ മൂലസ്ഥാനത്തിൻ്റെ ആ ആലിൻ്റെ അവിടെ നിന്നിട്ട് പുള്ളി പറഞ്ഞത് അതൊരു വലിയ എനർജി സെൻ്ററാണെന്ന് പറയും, മൂലസ്ഥാനം ആല്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഭയങ്കര സെൻസിബിളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിലുണ്ട്. ഈവൻ നമ്മുടെ വംശജരായിട്ടുള്ളവർ തന്നെ അവിടെ ജനിച്ച് വളർന്നവർ. ഉദാഹരണത്തിന് ഇപ്പോൾ മലേഷ്യയിൽ ഞാൻ ഇതും പബ്ലിക്കലി ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഒരു 75 വയസ്സോളം പ്രായമുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് മലേഷ്യയിൽ നിന്ന്, കോലാലംപൂറിൽ നിന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന വെച്ചാൽ ഞാൻ ഈ ജോൺ എൻ്റെ ആ ഫ്രണ്ട് ആദ്യം പറഞ്ഞ കക്ഷി എംബ്രോയ്ഡർ, അദ്ദേഹം ജോഫോസ് ഞാനും കൂടെ താജ് കോറമാൻഡൽ ഹോട്ടലുണ്ട് നമ്മുടെ നുങ്കമ്പാകത്ത് ചെന്നൈയിൽ. അതിൻ്റെ കോഫി ഷോപ്പിൽ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരിക്കൽ TCSൻ്റെ എന്തോ ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞാനും ജോണും ആ മെയിൻ ആൾ പോയി. ഞങ്ങൾ ഒറ്റയ്ക്കായി ഞങ്ങൾ കൂടുതൽ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കും. അപ്പം ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണത് അപ്പുറത്ത് ടേബിളിലിരിക്കുന്ന ഈ മുത്തശ്ശൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ എന്നിട്ട് എഴുന്നേറ്റപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ ഇടയിൽ വന്ന് ചോദിക്കണമെന്നും വിചാരിക്കുന്നത് വളരെ ആ ഫോർമാലിറ്റിയിലാണ് ചോദിച്ച്, ബട്ട് ഐ ഹേർഡ് യു ടോക്കിംഗ് അബൌട്ട് മുരുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ക്യാൻ യു സ്പെൻഡ് സം ടൈം വിത്ത് മീ, ഒരു 10-15 മിനിറ്റ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോണിനോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ പൊട്ടോ, ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈമുള്ളൊന്നായിരുന്നു. അദ്ദേഹത്തിന് മുരുകൻ്റെ പ്രത്യക്ഷ ദർശനം ഉണ്ടായിട്ടുള്ള ആളാണ്, ചില്ലറക്കാരനല്ല, കോടീശ്വരനാണ്. അപ്പം നമ്മൾ പറയില്ലേ ദരിദ്രനാണെങ്കിലേ ഭഗവാനെ കാണുള്ളൂ, അതൊക്കെ തോന്നുക.
ഇദ്ദേഹം എത്രയോ കമ്പനികളുടെ മുകളിലിരിക്കുന്ന ആൾ 10-75 വയസ്സുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ആ ബഡു കേവ്സിൻ്റെ പുറത്തുനിന്ന് ഭഗവാന്റെ ദർശനം കിട്ടിയ കഥ. അല്ല, എങ്ങനെയാണ് ആദ്യം കണ്ടത്? ഒരു ടീഷർട്ടും ജീൻസും ഇട്ടിട്ട് ഇന്നൊക്കെ ചെയ്തിട്ട് നല്ല ജിമ്മെന്ന് പറഞ്ഞ ചെക്കനമാരിയാണ് കാണുന്നത്. ഒരു മെഴ്സറീസ് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരൊറ്റ നിപ്പം അങ്ങോട്ട് നിന്നു, പുള്ളിയെ നോക്കിയിട്ട് കാലിങ്ങനെ പടച്ചു വെച്ചിട്ട്. അതിൽ പുള്ളിയുടെ ബോധം പോയി. ആ കണ്ട ആ ഫോഴ്സിൽ പുള്ളി കാണുന്നത് പിന്നെ വേറൊരു രൂപ ഭഗവാന്റെ. പിന്നെ പുള്ളിക്ക് ഓർമ്മ വരുമ്പോൾ പുള്ളി വീട്ടിലാണ്. അതാണ് പുള്ളിയുടെ ഫസ്റ്റ് ദർശനം. അത് അദ്ദേഹത്തിന് കിട്ടണതിന് 55-60 വയസ്സായിട്ടാണ്. അപ്പം ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിന് 75-76 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിട്ട് അടിമയായിട്ട് കൊണ്ടുപോയതാ ബ്രിട്ടീഷുകാർ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചിട്ട്. അതായത് പ്രോപ്പർ മലേഷ്യൻ തന്നെയാണ് അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ. അതേപോലെ നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്ന മുദ്ര ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന എനിക്കൊരു ചൈനീസ് ഒരു ഗുരുനാഥനുണ്ട്. ഒരൊറ്റ തവണ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നെ വിളിച്ചു വരുത്തി തന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചിപ്പോൾ വേറൊരു ചാനലിൻ്റെ 1111 പറഞ്ഞ ചാനലിലെ പഞ്ചഭൂതങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എപ്പിസോഡിൽ വരും, ആ കഥ വരും. ആ മഹാത്മാവ് ഒരു ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് ആയിരുന്നു ബെയ്ജിങ്ങിൽ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ആശ്രമത്തിൽ ചാക്ക് ചുമക്കുമായിരുന്നു. അതായത് ഈ അരിയൊക്കെ വരില്ല അന്നദാനത്തിന്, അതൊക്കെ ലോറിയിൽ നിന്നെടുത്ത് കൊണ്ടുവയ്ക്കും. ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കാണാനുള്ളൊരു മീൻസ് ഞാൻ അദ്ദേഹത്തിൻ്റെ ദൂരത്തുനിന്ന് പോലും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു കോമഡി ക്യാരക്ടർ മാതിരിയൊക്കെ കേട്ടിട്ടില്ല. ഒരു ചൈനക്കാരൻ വന്നിട്ട് ഭയങ്കര കോമഡിയാണ്. പുള്ളി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസിയുടെ പിറന്നാളിന് എല്ലാവരും ആ സന്യാസിയെ പുകഴ്ത്തി പറയുമ്പോൾ ഇങ്ങേരുടെ അടുത്ത് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ന്യൂക്ലിയർ ഫിസിസിസ്റ്റ്, ചൈനക്കാരൻ, വിദേശി പറയും. ഇദ്ദേഹം മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാട്ട് പാടിട്ട് പോയി. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. എന്നെ എന്താ പറയുക, ഒരു കാണാനൊരു സന്ദർഭം ഉണ്ടായപ്പോൾ ബാക്കി ആ റൂമിൽ നിൽക്കുന്നവരോടൊക്കെ പുറത്ത് പോകാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇന്ന പ്രശ്നങ്ങളാണ് നിനക്കുള്ളത്. അന്ന് എനിക്ക് വയസ്സ് 10-27 വയസ്സാണ്. അദ്ദേഹം ഒരു മുദ്ര എനിക്ക് ഉപദേശിച്ചു തന്നു. അവസാനമാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥ ഭദ്രകാളിയാണ്. കാളിന്ന് നേരിട്ടിട്ട് കിട്ടിയിട്ടുള്ള ഒരു കക്ഷിയാണ് പുള്ളി. കുറേ കാലം മലേഷ്യയിലുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയില്ല. ബാലിയിലുണ്ടായിരുന്നു അവിടെ കാലത്ത്, മെയിലാണ് ഉണ്ടായിരുന്നു. ഈ വാട്സപ്പൊക്കെ വരണതിന് മുമ്പുള്ളൊരു കാലത്തുള്ള പരിചയങ്ങളായതുകൊണ്ട് ഇന്നിപ്പോൾ എവിടെയുണ്ടെന്ന് തന്നെ അറിയില്ല. ഈ ഡിഡിയുടെ കാര്യം അങ്ങനെ, ഡിഡിയെ ജസ്റ്റ് ഡിസപ്പിയേർഡ്. ഇയാളിപ്പോൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഞാൻ ആ പാരീസിലൊക്കെ നമ്മുടെയൊക്കെ തന്നെ കോൺടാക്റ്റുകളിലൊക്കെ പലരോടും ചോദിച്ചിട്ടും ഞങ്ങളുടെ കോമൺ കോൺടാക്ട്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ആർക്കും പറഞ്ഞാൽ ഡിഡി എസ്നോ ഇപ്പോൾ എവിടെയുണ്ടെന്ന്. ചിലപ്പോൾ വല്ല മഞ്ഞറിഞ്ഞ് വല്ല വാൽമീകിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, നമുക്ക് അറിഞ്ഞൂടാ. എവിടെയുണ്ടെന്ന് ഒരു പിടുത്തമില്ല. ഇങ്ങനത്തെ അനവധി പേരുണ്ട്. ഞാനിതിന് വേറെ തലത്തിലേക്ക് കൊണ്ടുപോയതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഒരു പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് മാത്രമല്ല, സിദ്ധിയും കഴിവുള്ളവരും നമ്മുടെ അവിടെ ഉള്ളവരെക്കാട്ടിൽ ഇരട്ടിയുള്ള ആൾക്കാരുണ്ട്. ഒരു ചെറിയ കഥ ഇൻസിഡൻസ് കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ പോർഷൻ ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട് സന്ദീപ്. അയാളെക്കുറിച്ച് ഞാൻ ധാരാളം പ്രഭാഷണങ്ങൾ പറയാറുണ്ട്. അയാൾ ഈ ഷാനലിൻ്റെ പാർട്ട്ണറാണ്. ഇവിടെ ഷാനൽ എന്ന് പറയുന്ന നമ്മുടെ പെർഫ്യൂംസൊക്കെ ഉണ്ട്, അതിൻ്റെ ഇന്ത്യയിലെ പാർട്ട്ണറാണ്. അയാൾ പാരീസിൽ ഒരു ആവശ്യമായിട്ട് പോയതാണ്. അപ്പോൾ മഞ്ഞുകാലാണ്. അപ്പോൾ ഇങ്ങനെ ഞാനും വളരെ ക്ലോസാണ്. അപ്പോൾ ഈ കക്ഷി പേടിച്ച് വിറച്ചിട്ട് ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ വൈകുന്നേരമായിട്ടുണ്ട്, അവിടെ ഒരു ഉച്ചയായിരിക്കും നാച്ചുറലി. ഇയാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ഇലക്ട്രിഫൈങ് അനുഭവം ഉണ്ടായി. ഇങ്ങനെയാണെങ്കിൽ നന്നായിട്ട് മദ്യപിക്കും, വലിക്കും ഒക്കെ ചെയ്യണ ആളാണ്. മദ്യപിക്കുന്നതിന് മുമ്പ് ഏറ്റവും വില കൂടിയ മദ്യമാണെങ്കിലും ശിവാർപ്പണം പറഞ്ഞിട്ട് 3 ഡ്രോപ്പ് അടിക്കും പുറത്തേക്ക്, എന്നിട്ടേ കുടിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരു മനുഷ്യനാണ്. അത് എത്ര സോഷ്യലൈസ്ഡ് സെറ്റപ്പിലും ആരും കാണാണ്ട് ചെയ്യും പുള്ളി. ശിവാർപ്പണം പറഞ്ഞിട്ട് തർപ്പണമൊക്കെ ചെയ്തിട്ടാണ്. ബ്രാഹ്മിനാണ് അയാൾ, കർണാടക ബ്രാഹ്മിനാണ്. പക്ക വൈഷ്ണവ ഫാമിലി എന്ന് പറയുന്നത്, കടുത്ത ശൈവനാണ്, ഒരു പ്രത്യേക കഥാപാത്രമാണ്. അപ്പോൾ ഇയാൾ വിളിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാളൊരു കഫേയിൽ കയറി അവിടെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളിക്ക് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ഇവരിങ്ങനെ ഡൾ ക്ലൈമറ്റാണ്, മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. സന്ധ്യ നേരത്തിൻ്റെ അവസ്ഥയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കും ഇങ്ങനെ തൂങ്ങി നിൽക്കുക. അപ്പോൾ ഒരു സ്മോക്ക് എടുക്കണം തോന്നി. അപ്പോൾ ഈ മറ്റേ വുളൻ രോമക്കുപ്പായൊക്കെ ഇട്ടിട്ട് കാറ്റും മഞ്ഞുകാറ്റും ഉണ്ട്. പുറത്തിറങ്ങി നിന്നിട്ട് സിഗരറ്റ് ഇങ്ങനെ വലിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എനിക്കൊരു സിഗരറ്റ് കയറി ചോദിച്ചു. ഫ്രഞ്ചിലാണ് ചോദിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു അവിടുത്തെ ഭിക്ഷക്കാരൻ, കുളിച്ചിട്ടൊക്കെ ദിവസങ്ങളായി, അങ്ങനെ ഒരു ഒന്നിനും കൊള്ളാത്തൊരുത്തൻ. അപ്പോൾ ഇയാൾ വേഗം ഒരു സിഗരറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ലൈറ്റർ കത്തിച്ച് തരാം. അപ്പോൾ ലൈറ്റർ കത്തിച്ചു, അയാൾ കത്തിച്ചു കൊടുത്തു. ഇയാൾ 2 പഫ് എടുത്തിട്ട് ഈ സൈഡിൽ നിന്നിട്ട് പെട്ടെന്ന് ഇയാൾ നോക്കിയിട്ട് തിരിഞ്ഞിട്ട് ഈ പല്ലൊക്കെ കംപ്ലീറ്റ് കറയാത്രേ, ചിരിച്ചിട്ട് നമശിവായ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കം കൂടെ പോയി. അവിടുന്ന് ഇയാൾ വരണ്ടിട്ട് എന്നെ വിളിക്കുകയാണ്. ഇത് പറഞ്ഞ ആൾ വെള്ളക്കാരനാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എവിടെയോ ഒരു രാജ്യത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ വിചാരം നമ്മുടെ കുത്തകയാണ് ഇതെന്നൊക്കെയാണ്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ആത്മാവിൻ്റെ അധികാരം എന്താണെന്ന് ഉള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.
അല്ലാണ്ട് നമ്മൾ എവിടെ ജനിച്ചു എന്നോ, ആരുടെ മക്കളായി ജനിച്ചു, ഏത് സാഹചര്യത്തിൽ ജനിച്ചു, ഏത് പരമ്പരയിൽ ജനിച്ചു, ഏത് ജാതി, ആണോ പെണ്ണോ, ഇതൊന്നുമല്ല വിഷയം. ലോകത്തിൽ ആകെ ഡെമോക്രസി ഉള്ളത് ഈശ്വര സാക്ഷാത്കാരത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ മൈറ്റ് ബി എൻവിസാജിങ് യു സെവറൽ റൈറ്റ്സ്, ബട്ട് ദർ ഇസ് ഓൺലി വൺ റൈറ്റ് ഇൻ നേച്ചർ ആൻഡ് ദാറ്റ് ഈസ് ടു നോ വൺ സെൽഫ്. അവനവനെ തിരിച്ചറിയാനുള്ള അവകാശം തന്നിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഭരണഘടനയിൽ. ബാക്കിയൊക്കെ കടമയാണ്, ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നാഷണൽ ജിയോഗ്രാഫിക്കിന്. ഞാൻ പല പ്രഭാഷണത്തിലും പറയാറുണ്ട് ഈ കഥകളൊക്കെ. രക്തം കണ്ട് നമുക്ക് മദ്യവും. അവിടെ നമ്മൾ പഠിക്കണതാണ് പ്രകൃതി റൂത്ത്ലെസ് ആണ്. കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അല്ല അതിനെ. അവിടെ അവൾക്ക് ഇഷ്ടമുള്ളവരെ പ്രസവിക്കും, ഇഷ്ടമുള്ളതിനെ വളർത്തും, ചിലതിനെ തിന്നും കൊല്ലും. അത് അവളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ അവൾ മുടിയഴിച്ചിട്ട് നിൽക്കും, ചിലപ്പോൾ അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല. ഹെർ ഓൺ വിൽ. മനുഷ്യന് പറയാൻ ഒരവകാശം. മനുഷ്യൻ്റെ ഐഡിയൽസ് മുഴുവൻ പ്രകൃതി വിരുദ്ധ വാസ്തവത്തിൽ അങ്ങനെ നോക്കുമ്പോൾ. നേച്ചറിൻ്റെ ലോസ് കംപ്ലീറ്റ്. അവിടെയാണ് സനാതനധർമ്മത്തിൻ്റെ പവർ. എത്രത്തോളം നേച്ചറിന് അലൈൻഡായിട്ട് ജീവിക്കാൻ പറ്റുമോ അത് പഠിപ്പിച്ചത് ഇവിടെയാണ്. എന്നിട്ട് ആ നേച്ചറിൻ്റെ അകത്ത് മുഴുവൻ ഒരു കോമൺ ഫോഴ്സ് ഇരിപ്പുണ്ട്. പ്രകൃതിയുടെ അകത്തൊരു പുരുഷനുണ്ട്. അവിടെ സാഖ്യായി. വേദാന്തത്തിൽ വരുമ്പോൾ കാണാവുന്ന മായയുടെ അകത്തൊരു ബ്രഹ്മം, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മം. വൈഷ്ണവത്തിൽ വന്ന കാണാവുന്ന ആ ലക്ഷ്മിയുടെ അകത്തൊരു നാരായണൻ, കാണാവുന്ന ശക്തിയുടെ അകത്തൊരു ശിവൻ. ശൈവത്തിൽ വന്നു കഴിഞ്ഞാൽ കൗമാരത്തിൽ വന്ന ഈ മൂന്നായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന 3 സ്ത്രീഭാവങ്ങളുണ്ടല്ലോ, ഷഷ്ടിയും, അത് വള്ളി, ദേവസേന, വേല്. ഇത് 3 സ്ത്രീകളാണ് ശരിക്കും. വേലും പത്നിയാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന പരമാത്മാവിനെ മുരുകൻ എന്ന് വിളിക്കുന്നു. സിദ്ധിയും ബുദ്ധി ഋദ്ധിയും ഒക്കെ വരുമ്പോൾ അത് ഗണപതിയുടെ സങ്കല്പത്തിൽ വരുമ്പോൾ അതൊക്കെ പ്രകൃതിയും അതിൻ്റെ അകത്ത് പരമാത്മാവ്. എല്ലാറ്റിലുമാണ് കാണാവുന്നത് അകത്തുള്ളത്, കാണാവുന്നത് അകത്തുള്ളത്. ഇതിലിങ്ങനെ കൊണ്ടുവന്നിരിക്കുക. ഇത് തന്നെ ഗൗഡിയ വൈഷ്ണവത്തിൽ വന്നാൽ കാണാവുന്നത് രാധ, കാണാത്ത അകത്തിരിക്കുന്നത് രാധയുടെ അകത്താണ് കൃഷ്ണൻ, ആത്മാവിരിക്കും. ഈ സിസ്റ്റം എവിടെയും, അതിന് നമുക്ക് ഏത് പ്രൊഫഷനിലിരുന്നാലും എവിടെ ഇരുന്നാലും അത് കിട്ടും എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം ഞാൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുറം നാടുകളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇന്ന് റിന്യൂഡ് ഇൻട്രസ്റ്റ് ഒന്നുമല്ല. അവനവനെ അന്വേഷിക്കണം തോന്നണവനൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേ അതിവിടെ വന്നേ പറ്റൂ. നമ്മുടെ ഇതിൻ്റെ ഫൗണ്ടൻ ഹെഡ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഞാൻ ഇപ്പോൾ ഹിമാലയത്തിനെ കുറിച്ച് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഹിമാലയം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ലൈബ്രറിയാണ്. അതിന് ലൈബ്രറിയൻ ആരാണെന്നൊന്നും നമുക്കറിയില്ല. അറിവ് വേണ്ടവൻ അവിടെ പോയിട്ട് വെറുതെ ഇരുന്നാൽ മതി. അതിങ്ങനെ വരും, അവിടെ വെച്ചിട്ടുണ്ടത്, അതിങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു ആർ എൻ ഇന്ത്യൻ ഓർ സംബഡി ഫ്രം ഔട്ട്സൈഡ്, ഇഫ് യു ആർ എ സീക്കർ, തീർച്ചയായിട്ടും അത് കിട്ടും.